ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയത് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ IPR-ഉം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇനി നമുക്ക് ഇൻഡസ്ട്രിയുടെ കൂടെ തന്നെ, അതായത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകേണ്ട എന്നാൽ നമ്മുടെ ടെക്സ്റ്റിൽ വേറൊരു ടോപ്പിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ട്രേഡ് പോളിസി, അതുപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രേഡ് പോളിസി, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ടേംസ് ഒക്കെ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല കേട്ടോ, നോർമൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി പഠിച്ചല്ലോ, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഒക്കെ പഠിച്ചല്ലോ. ഈ സെയിം സാധനമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ഏറ്റവും ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ് ഈ പറയുന്ന ട്രേഡ് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അവിടെ പഠിച്ച പല കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ട്രേഡ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 4 ഗോൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ജെംസ് എന്ന് പറയുന്നത്. ഞാൻ കുറെ ക്ലാസ്സുകളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ജെംസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന 4 5-year പ്ലാനിന്റെ ഗോള് നമ്മൾ പറഞ്ഞപ്പോ അതിൽ ഈ സെൽഫ് റിലയൻസ് ഉണ്ടല്ലോ. ഈ സെൽഫ് റിലയൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ അതിന്റെ ആദ്യത്തെ 7 5-year പ്ലാൻ എടുത്ത് നോക്കിയാലും അതിലെല്ലാം എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഇന്ത്യ മാക്സിമം ഇമ്പോർട്ട് കുറച്ച് ഇന്ത്യക്കകത്ത് തന്നെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു രീതി അവിടെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു 7 5-year പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിന്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിലും ഗവൺമെന്റ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യാതെ സെൽഫ് റിലയന്റ് ആയിട്ട് നിൽക്കാനാണ് ശ്രമിച്ചതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ അമേരിക്കയുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ഫുഡൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ മാക്സിമം മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ ആഗ്രഹിച്ച ഒരു കൺട്രിയാണ്. അപ്പോ ഇവിടെ അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ട്രേഡിന്റെ കാര്യത്തിലും അതേ ഒരു പോളിസിയാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുറത്തോട്ട് നോക്കുന്നില്ല, നമ്മൾ നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് നോക്കുന്നില്ല, അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള ആരെയും നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ഇന്ത്യക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കളിയാക്കി പറയുമല്ലോ, ഈ മലയാളികൾക്കെല്ലാം ഒരു സ്വഭാവം ഉണ്ട്, അയലത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ വല്ലാത്ത ക്യൂരിയോസിറ്റി ആണ് അല്ലെ. അതുപോലെ തന്നെ അത് നമുക്കൊരു ഔട്ട്വേർഡ് ലുക്കിംഗ് സ്ട്രാറ്റജി ആയിട്ട് എടുക്കാം. അതായത് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഇന്ത്യ ഫോക്കസ് ചെയ്തത് ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജിക്കാണ്. അതായത് ഇന്ത്യ സ്വന്തം വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത്, എന്ത് തരത്തിലുള്ള ട്രേഡ് ആണോ നടക്കുന്നത്, എന്ത് കാര്യമാണോ നടക്കുന്നത്, അതിനാണ് ഇൻ ദ ഫസ്റ്റ് 7 പ്ലാൻസ്, ആദ്യത്തെ ഒരു 7 5-year പ്ലാനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജിക്കാണ് ഇന്ത്യ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ടെക്നിക്കൽ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ട് മാറ്റി നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള സാധനങ്ങളെ വെച്ച് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾ മേ ബി ഈ കൊച്ചുനാളി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം ഒരു 10th വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ PT പീരീഡ് ഉണ്ടെങ്കിൽ ആ PT പീരീഡിൽ എവിടുന്നെങ്കിലും ഒരു മാത്സ് സാർ സബ്സ്റ്റിറ്റ്യൂഷന് കയറും അല്ലെ. അപ്പൊ അതെന്താണ്, PT സാറ് നിങ്ങൾ PTക്ക് പോകേണ്ട ടൈമാണ്, പക്ഷെ ആ ഒരു PT പീരീഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് പകരമായിട്ട് എന്ത് ചെയ്യാണ്, അവിടെ മാത്സ് സാറ് വരികയാണ്, പോർഷൻ തീർക്കാനുണ്ടെന്നും പറഞ്ഞ് മാത്സ് സാറ് വരികയാണ്. അപ്പൊ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന്, ഞാൻ വീണ്ടും ഒന്ന് ഇന്ത്യ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യ ഏതാണെന്നുണ്ടെങ്കിൽ സോറി, നമ്മുടെ ഇന്ത്യ ഏതാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യക്ക് അകത്ത് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ മാക്സിമം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഈ പുറത്തുനിന്ന്, അതായത് ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന സാധനങ്ങളുടെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പേര് കേട്ടിട്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. ആക്ച്വലി ആ പേര് പോലെ തന്നെ ഇമ്പോർട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആരെയും പുറത്തേക്ക് നോക്കി ആരെയും പേടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഔട്ട്വേർഡിലേക്ക് നോക്കി നമ്മൾ ആരെയും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ട്രേഡ് പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോളിസിയിൽ പറയുന്നത് റീപ്ലേസിങ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇമ്പോർട്ടിനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൊണ്ടുവരാണ്. ഡൊമസ്റ്റിക് അല്ലെ, വളർത്തു മൃഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുപോലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ, അതിന്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നടക്കട്ടെ, നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വേണ്ട. ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദേശ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ പുറത്തുനിന്നുള്ള ഇപ്പൊ ടെസ്ലയൊക്കെ, ഇപ്പൊ റീസെന്റ് ടെസ്ലയൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ടെസ്ലയുടെ EV ഒക്കെ. അപ്പോ ഈ ഒരു എന്താണ് വെഹിക്കിൾസ് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ എന്തിനാ ഈ സാധനം ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്നത്, അതിന് പകരം നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ചൂടെ. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇമ്പോർട്ട് വേണ്ട, നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്ത് അത് പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇൻവേർഡ് ലുക്കിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ടേം ആണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ചേട്ടാ ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ, പുറത്തുനിന്ന് സാധനങ്ങൾ വന്നാൽ നല്ലതല്ലേ, നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചൂടെ, എന്താ അതിന് കുഴപ്പം ഇപ്പോ. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. പുറത്തുനിന്നുള്ള അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എന്നാൽ വില കുറവിലുള്ള സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട്. ആരെയാണ്? നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ അത് നന്നായിട്ട് ബാധിക്കും. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ഇൻഡസ്ട്രികൾ ഇല്ലേടെ. ഇപ്പൊ കാർ ഇല്ലെങ്കിൽ കാറിന്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികൾ ഉണ്ട്. നിങ്ങൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വില കൂടിയ ചെരുപ്പ്, ഫോറിൻ ചെരുപ്പ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ചപ്പൽ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേടെ, അതും ഹൈ ക്വാളിറ്റി സാധനങ്ങൾ വരെ ഉണ്ടാക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വരെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. അപ്പോ ഈ ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഈ ഫോറിൻ പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇൻഡസ്ട്രികളെയാണ്. അപ്പൊ അത് പാടില്ല. അപ്പൊ ഗവൺമെന്റിന് അത് എങ്ങനെയും എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ എങ്ങനെങ്കിലും ഈ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് എന്ത് ചെയ്യണം, ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഇൻവേർഡ് ലുക്കിംഗ് സ്ട്രാറ്റജി, ട്രേഡ് സ്ട്രാറ്റജി പോലുള്ള പോളിസികളൊക്കെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോ നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സിംപ്ലി ഇമ്പോർട്ട് മാറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഇതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് എങ്ങനെ, ഇവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവോ, ഇവരെ ഞങ്ങൾ ആർക്കും വിട്ടുതരത്തില്ല, ഞങ്ങളുടെ രാജ്യത്തോട്ട് ഒന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഇരിക്കുവോ? അല്ല. ഗവൺമെന്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് താരിഫാണ്. താരിഫ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എന്താണ് ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് താരിഫ് എന്നുള്ളത്. മുമ്പേ ഞാൻ ആ പോർഷൻ എടുത്തപ്പോ പറഞ്ഞതാണ്. അപ്പൊ ഒന്ന് താരിഫിലൂടെ, രണ്ടാമത് കോട്ടകളിലൂടെയാണ് ഗവൺമെന്റ് ഈ ഒരു സംഭവത്തെ എന്ത് ചെയ്യുന്നത്, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ഇമ്പോർട്ടുകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് താരിഫാണ്, രണ്ടാമത്തത് കോട്ടയാണ്. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അകത്തേക്ക് പുറത്തുനിന്ന് ഒരു വസ്തു വരുന്നു. അപ്പൊ നമ്മൾ അതിന് മേൽ ചുമത്തുന്ന ടാക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന താരിഫ് എന്ന് പറയുന്നത്. താരിഫ്സ് ആർ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് ഒരുപാട് ചെരുപ്പ് വരുന്നുണ്ടെന്ന് വിചാരിച്ചു, ചപ്പല്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു ചെരുപ്പിന് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണെന്ന് നിങ്ങൾ ഞാൻ വെറുതെ പറയാണ്, 1000 രൂപയാണെന്ന് വെച്ചോ. ഈ ചപ്പല് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ആൾക്കാർ അത് വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ ഒരു 500 രൂപ താരിഫായിട്ടിടും. അപ്പൊ ഇത് ഓൾറെഡി ഇറക്കുമതി ചെയ്തൊരു ഗുഡാണ്, ഇതിന് 1000 രൂപ വിലയുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് ഒരു 500 രൂപയും കൂടി ഇട്ടു എന്നിരിക്കട്ടെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താരിഫ്സ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താരിഫ്. അപ്പൊ ഈ താരിഫ് നിങ്ങൾക്കറിയാം, 1000 രൂപ ആയപ്പോഴേ ഒരു ചെരുപ്പിന് വില കൂടുതലായി. അതിന്റെ കൂടെ 500 രൂപ ഇട്ട് 1500 രൂപയ്ക്ക് ഇത് ആരെങ്കിലും വാങ്ങി ഉപയോഗിക്കുമോ? ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷെ സാധാരണക്കാർ ഉപയോഗിക്കാൻ യാതൊരു വഴിയില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും പോകുന്നത് ഇവിടെ അടുത്തുള്ള 150 രൂപ കിട്ടുന്ന ചെരുപ്പ് കടയിലായിരിക്കും നമ്മൾ പോകുന്നത്.
അപ്പൊ ഇതിന്റെ യൂസ് കുറയ്ക്കുക അല്ലെ, ആൾക്കാർ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സാധനത്തിന് വില കൂടിയാൽ സാധാരണക്കാരൊന്നും അത് വാങ്ങി എന്തായാലും ഉപയോഗിക്കത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ പിന്നെ ഒരു വലിയൊരു കാര്യമുണ്ട്, ഇവിടെ കൂടുതലും സാധാരണക്കാരാണ് അല്ലെ. ഇവിടുത്തെ 10% ആൾക്കാർ എന്തോ ആണ് 90%-ഓളം സമ്പത്ത് കൈവച്ചുകൊണ്ടിരിക്കുന്നത്. മുകേഷ് അംബാനിയെ പോലെ അദാനിയെ പോലുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് വെറും 10%-ഏ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ. അവരാണ് നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വെൽത്തിന്റെ മുക്കാലും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ മുകേഷ് അംബാനി ഫാമിലി മേ ബി അത് വാങ്ങി ഉപയോഗിച്ചിരിക്കാം, പക്ഷേ അത് സാധാരണക്കാർ ഉപയോഗിക്കത്തില്ല. അപ്പോ താരിഫ് ഇടുന്നതിന്റെ ഉദ്ദേശം ഇതാണ് കേട്ടോ. താരിഫ് ഇട്ട് കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടും, ആൾക്കാർ അത് വാങ്ങില്ല. അപ്പൊ അങ്ങനെ വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന താരിഫ്. അതുപോലെ തന്നെ കോട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കോട്ടയും താരിഫും ഒരുപാട് തവണ നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, ഒരുപാട് തവണ PYQ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്നത് താരിഫും കോട്ടയും. അപ്പൊ താരിഫ് എന്താന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു, അത് ഇമ്പോർട്ടഡ് ഗുഡ്സിന് മേലുള്ള ആ ഒരു ഇതാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇമ്പോർട്ടഡ് ഗുഡ്സിന് മേലുള്ള ടാക്സിനെയാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് താരിഫ് ഇട്ടാൽ, ഏതൊരു സാധനത്തിനും താരിഫ് ഇട്ടാൽ അതിന്റെ വില കൂടും, അപ്പൊ ആൾക്കാർ അത് ഉപയോഗിക്കുന്നത് കുറയും. ഇനി നമുക്ക് കോട്ട നോക്കാം. എന്താണ് കോട്ടയും ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണും. അതായത് കോട്ട എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സാധനം 100 കിലോ നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാണ്, പ്രൊഡ്യൂസ് അല്ല 100 കിലോ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, 100 കിലോ ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഗവൺമെന്റ് പറയാണ്, ആക്ച്വലി ഞങ്ങൾക്ക് 100 കിലോ വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ അതിന്റെ 50 കിലോ മതി. ഓക്കെ, ഞങ്ങൾക്ക് 50 കിലോ മതി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എത്ര മാത്രം സാധനം, എത്ര അളവിൽ ഒരു സാധനം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം, അതിനെയാണ് നമ്മൾ കോട്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ നമ്മുടെക്ക് ഈ സ്കൂളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ കോട്ടയുണ്ട്. സ്കൂളിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് എന്താണ് ഈ പറയുന്നത് പോലെ എന്താണ് ഓരോ റിലീജിയന്റെ ബേസിസിൽ, കാസ്റ്റിന്റെ ബേസിസിലൊക്കെ നമുക്ക് കോട്ടയുണ്ട്, സ്പോർട്സ് കോട്ടയുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെ കോട്ടകൾ തിരിച്ചിരിക്കുന്നത് കാണാം. അതായത് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന ഒരു അളവിലുള്ള ഇത്ര കുട്ടികളെ നമ്മൾ ആ ഒരു കോട്ടയിലായിരിക്കും കയറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെ എത്രമാത്രം അളവ് ഒരു സാധനം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്രമാത്രം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമ്മൾ കോട്ട പറയുന്നത്. ഓക്കെ, അപ്പൊ താരിഫുണ്ട്, കോട്ടയുണ്ട്. താരിഫ് എന്ന് പറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള ടാക്സ് ആണ്. കോട്ട എന്ന് പറയുമ്പോൾ ആ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള അളവാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, അളവാണ്. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതുകൊണ്ട് എന്താണ്, ഇതിന്റെ ഒരു എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയണം. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും താരിഫും കോട്ടയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടിന് മേലുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ് അല്ലെ. അതായത് അത്ര പെട്ടെന്നൊന്നും ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇറക്കുമതി ചെയ്യുന്നതേ ചെലവാ. ഈ സാധനങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുമതി ചെയ്യുന്നതേ ചെലവാ. ആ ഇറക്കുമതി ചെയ്യുന്നതിന്റെ കൂടെ കുറെ താരിഫും അവര് പറയുന്ന അളവും ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഇമ്പോർട്ട് കുറയും. അപ്പൊ ഇമ്പോർട്ട് കുറയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഡൊമസ്റ്റിക് ഫേംസിനെ അവിടെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അവിടെ തനതായിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതുവഴി കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് എന്ത് ചെയ്യണ്ട, പുറത്തുനിന്ന് വരുന്ന ചീപ്പായിട്ടുള്ള സാധനങ്ങളെ പേടിക്കേണ്ട, അതിന് അത്യാവശ്യം വിലയായോണ്ട് ആൾക്കാരൊന്നും അത് വാങ്ങാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ വില കുറച്ച് വിറ്റാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങള് കൊടുത്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്ന എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ താരിഫ്സും കോട്ടയൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നോ ഒക്കെ ഒരു സാധനം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ ആ സാധനമായിട്ട് കിടപിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്തെ ഇൻഡസ്ട്രികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. കാരണം അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും മേ ബി പുറത്തുനിന്ന് വരുന്നത്. ഓക്കെ, അപ്പോ
ഈ ഒരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ രക്ഷിക്കാൻ നമുക്ക് എന്തേ ഉള്ളൂ മാർഗം? ഈ ഒരു താരിഫും കോട്ടയും പോലത്തുള്ള സംഭവങ്ങളൊക്കെ ഒരു നല്ല മാർഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇപ്പോ നമ്മുടെ രാജ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ശരിക്കും ലക്ഷറി സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാറുണ്ടായിരുന്നു. ശരിക്കും ലക്ഷറി സാധനങ്ങൾ, അതായത് പാവത്തുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പണക്കാർക്ക് അവരുടെ പോർഷ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പല സാധനങ്ങളും അവർ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിനെല്ലാം ഗവൺമെന്റ് അങ്ങോട്ട് പൈസ കൊടുക്കണ്ടേ? ആ പൈസ കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടോ? പൈസ ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഈ ഒരു ഇമ്പോർട്ട് കുറയ്ക്കുക, പ്രത്യേകിച്ചും ഈ ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ, ആഡംബര വസ്തുക്കൾക്ക് മേലുള്ള ആ ഒരു താരിഫും കോട്ടയൊക്കെ കൂട്ടി അങ്ങനെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിനെ അത് ബാധിക്കാതെ. ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ RBI ഉണ്ടല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യില് നമ്മൾ എല്ലാ രാജ്യത്തെയും പ്രധാനപ്പെട്ട കോയിൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന വേറൊരു രാജ്യം, ഇപ്പൊ നമ്മൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെയാണ് ലോകത്ത് നടക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഒരു സാധനം വാങ്ങിയാൽ അതിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പൊ ആ പൈസ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ അത് മിക്കവാറും ഡോളറിലായിരിക്കും നമ്മൾ ആ ഒരു എക്സ്ചേഞ്ച് നടത്തുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രമുഖമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും കറൻസികൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു രാജ്യം നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ? നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കുറയാൻ അത് മേ ബി കാരണമാകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ ഒന്നും എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? കയറ്റുമതിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അങ്ങോട്ട് കയറ്റി അയക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. എങ്ങനെങ്കിലും ഇമ്പോർട്ട് കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ആണോ? അപ്പൊ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തേത് ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി ആണ്. രണ്ടാമത്തേത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇമ്പോർട്ടിനെ മാറ്റി നമ്മൾ രാജ്യത്തിനുള്ളിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നു. താരിഫും കോട്ടയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തതാണ് എഫക്ട് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് ഇത് സഹായിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു 5 ഇയർ പ്ലാൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ അത്യാവശ്യം നല്ലതാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കേട്ടോ. അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെ ആദ്യത്തെ 5 ഇയർ പ്ലാനിലും നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ വർക്ക് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയാനുള്ള കാരണം 1950-51 തൊട്ട് 1990-91 ഏകദേശം 13% നിന്ന് എത്രയായി? 24.6% നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള GDP കൂടുന്നുണ്ട്. ഓക്കെ, GDP കൂടുന്നുണ്ട്. അപ്പൊ അത് നല്ല ലക്ഷണമല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു രാജ്യം ഡെവലപ്ഡ് ആകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്തെന്ന് പറയുന്നത്? അവിടുത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ GDP കോൺട്രിബ്യൂഷൻ കൂടുക എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ 13% നിന്ന് 24.6% എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഗ്രോത്ത് അല്ല. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്ക് പറയാം ഈ പറയുന്ന പോളിസികൾ കാരണം ഇന്ത്യയില് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് GDP കോൺട്രിബ്യൂഷൻ കൂടി. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, ഈ ഒരു സമയത്ത് ഏകദേശം 6% ആണ് വളർച്ച ഉണ്ടാവുന്നത് അല്ലെ? 6% ഒരു എന്താണ് ഈ പറയുന്നത് പോലെ വാർഷികമായിട്ടുള്ള ഒരു വളർച്ച കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതും നല്ലത് തന്നെയല്ലേ? 6% വെച്ച് വർഷം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ കൂടുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ പറഞ്ഞു, ഏതാണ്? കോട്ടണും, രണ്ടാമത്തത് ജൂട്ടും ആയിരുന്നു അല്ലെ? അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര ഏരിയയിൽ കോട്ടണും, അതുപോലെ കിഴക്ക് ഭാഗത്തായിട്ട് കിടക്കുന്ന ബംഗ്ലാദേശ്, ഇന്നത്തെ എല്ലാം കൂടെ ചേർത്തിട്ട് ബംഗാൾ എന്ന് പറയും അല്ലെ? ആ ബംഗാൾ പ്രദേശത്തായിട്ട് ജൂട്ടിന്റെ കൾട്ടിവേഷനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് നമ്മൾ ഇത്രയായില്ലേ അല്ലെ? ഇത്രയായി.
അപ്പോ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ത് ചെയ്തു? അത്യാവശ്യം നന്നായിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് വളർന്നു. അപ്പൊ ഇതിന് കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പ്രൈവറ്റ് സെക്ടർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രൈവറ്റ് സെക്ടറിന് ആ കാലത്ത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അത് പബ്ലിക് സെക്ടറിന്റെ മിടുക്കാണ് അല്ലെ. പബ്ലിക് സെക്ടർ വിചാരിച്ചത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ അത്രയും ഒരു വളർച്ച ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി 1955 നമ്മുടെ കാർവേ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? നിങ്ങൾ പഠിച്ചതാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വളർത്തിയത് മറ്റൊരു ഗുണമായി. എങ്ങനെയാണ്? അതായത് വലിയ വലിയ ഇൻഡസ്ട്രികളൊന്നും ഇടാൻ പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ ഒക്കെ വെച്ച് തന്നെ ചെറിയ തരത്തിൽ ഇൻഡസ്ട്രികൾ തുടങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ ഈ ഇന്ത്യയുടെ ആ ഒരു എഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. റൂറൽ ഡെവലപ്മെന്റിനൊക്കെ അത് ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യം, GDP വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്തു അല്ലെ. അതുപോലെ 6% വെച്ചിട്ട് ആനുവൽ ഗ്രോത്ത് ഉണ്ടായി. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ചെറിയ രീതിക്കുള്ള ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ഒക്കെ പോലത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഫോറിൻ കോമ്പറ്റീഷൻ ഇല്ലാത്തതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്ന ചില ഇൻഡസ്ട്രികളാണ് ഇലക്ട്രോണിക്സും ഓട്ടോമൊബൈലും ഒക്കെ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ രാജ്യത്തിന്റെ പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താണ് ക്വാളിറ്റി കൂടിയതൊക്കെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലെന്നല്ല, അതിന് വിലക്കുറവുമാണ്, ക്വാളിറ്റി കൂടുതലാണ്. അപ്പൊ ആൾക്കാർ കൂടുതൽ അത് വാങ്ങും അല്ലെ. അപ്പൊ അത് പാടില്ല. നമ്മുടെ ഇന്ത്യക്ക് അകത്ത് തന്നെ ഇലക്ട്രോണിക്സും ഓട്ടോമൊബൈലും, അതായത് ഈ വണ്ടികളുടെ സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്തത് എന്തായാലും നന്നായി അല്ലെ. അങ്ങനെ ചെയ്തത് എന്തായാലും നന്നായി. അപ്പോ ഈ പല എക്കണോമിസ്റ്റുകളും സാമ്പത്തിക ശാസ്ത്രജ്ഞരും നമ്മുടെ ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകൾ അല്ലെ, അതായത് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ മിക്കവാറും കുറ്റം പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ അതിന്റെ ഒരു നല്ല വശമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. ഇതൊക്കെ നല്ല വശങ്ങളാണ് കേട്ടോ. GDP കൂടിയതും അതുപോലെ തന്നെ 6% ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുന്നതും പബ്ലിക് സെക്ടർ ബെറ്റർ ആവുന്നതും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ബെറ്റർ ആവുന്നതും ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ പോലത്തുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നതും ഇതൊക്കെ നമ്മളെ അതിന്റെ നല്ല വശങ്ങളായിട്ട് പറയാന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പോ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന ഡിഫൻസ് പോലത്തുള്ള കാര്യങ്ങളിലൊന്നും പ്രൈവറ്റ് സെക്ടർ ഇടപെട്ടിട്ടില്ല അല്ലെ. അതായത് ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആര് തന്നെയാണ് തീരുമാനിക്കുന്നത്? ഗവൺമെന്റ് തന്നെയാണ് അല്ലെ. സ്റ്റേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെയാണ്. അതായത് ഒരു തരം മോണോപ്പൊളി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ അറ്റോമിക് സാധനങ്ങൾ അറിയാലോ, ന്യൂക്ലിയർ വെപ്പൺസും അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിഫൻസ്, റെയിൽവേ അല്ലെ. റെയിൽവേയുടെ ഒക്കെ ചെറിയായിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതൊക്കെ മോണോപ്പൊളി ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോ. മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇത് കൊടുക്കാൻ, ഇവിടെ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, എങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തും അതുപോലെ തന്നെ മറ്റു ചില സ്ഥാപനങ്ങൾ ഇതുപോലെ ഗവൺമെന്റ് കൈവശം വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു എക്സാമ്പിൾ ആണ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, അതായത് പ്രൈവറ്റ് സെക്ടറിനും ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ രാജ്യത്ത് നമ്മുടെ ലോകത്ത് പലയിടങ്ങളിലും പ്രൈവറ്റ് സെക്ടർ ഇത് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പോലും നമ്മുടെ ഗവൺമെന്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. ആർക്കും തരത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുമാതിരി മോണപ്പൊളി പോലെ. ഓക്കെ. അതായത് ഞങ്ങൾ മാത്രമായിരിക്കും ഇത് നിങ്ങൾക്ക് തരുന്നതെന്നുള്ള രീതിക്ക് ഒരു കുത്തകാവകാശമൊക്കെ പോലെ കൈവശം വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ്, അതായത് ഈ പറയുന്ന പോലെ ഒരു 1990-കൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല. അതായത് ഇന്റർനെറ്റ് അല്ല, ടെലിഫോൺ കണക്ഷൻ പോലും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലല്ലോ. ഗവൺമെന്റിന് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഗവൺമെന്റിന്റെ അടുത്ത് എന്തായാലും ആരും ചോദിക്കാനും പറയാനും ഒന്നും പോണില്ല. ഓക്കെ. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ മോഡേൺ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോ ബ്രെഡ് വേറെ ആരും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് ആണ് ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രെഡൊക്കെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിക്കൂടെ. പക്ഷെ ഗവൺമെന്റ് അതൊക്കെ വെച്ചുകൊണ്ടിരുന്നത് ഇത് ഞങ്ങൾ ആർക്കും തരത്തില്ല. ടെലിഫോൺ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന മോഡേൺ ബ്രെഡ് മാനുഫാക്ചറിങ്ങും ഒക്കെ ഗവൺമെന്റിന്റെ കുത്തകയായിരുന്നു ഒരു കാലത്ത്. പിന്നീട് 2001-ലാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്,
ഈ സാധനം പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നത്. ഓക്കെ, പ്രൈവറ്റ് സെക്ടറിന് പിന്നെ 2001 ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇത് വിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ട് ജസ്റ്റ് എക്സാമ്പിളുകളാണ്. അതായത് ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ട്രേഡ് പോളിസിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളടത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് ഒരു മോണോപ്പൊളിയുടെ കേസ് എഴുതാം. അതുപോലെ തന്നെ മോഡേൺ ട്രേഡും ടെലികമ്മ്യൂണിക്കേഷനും ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പം ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയിട്ട് വർഷങ്ങളായി അല്ലെ, എന്നിട്ട് പോലും നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്ത് കാര്യങ്ങളാണ് പബ്ലിക് സെക്ടറിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, എന്താണ് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു ധാരണയായിട്ടില്ല. ഓക്കെ, അതായത് പബ്ലിക് സെക്ടർ എന്താണ് ചെയ്യേണ്ടത്, പ്രൈവറ്റ് സെക്ടറിന് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പൊ ഇപ്പോഴും ഒരു ധാരണയില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ആർമി റിലേറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാണ്, തീർച്ചയായിട്ടും പബ്ലിക് സെക്ടർ ആണ് അല്ലെ. അതേസമയം പ്രൈവറ്റ് സെക്ടർ കടന്നു പോകുന്ന ഏരിയകളാണ് ഈ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ, അല്ലെ റെസ്റ്റോറന്റ്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഗവൺമെന്റും ഇപ്പൊ അതൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇവ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇല്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ പ്രൈവറ്റ് ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്യാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും പബ്ലിക് ആണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇത്രയും വർഷമായിട്ട് പോലും നമ്മുടെ ഇന്ത്യക്ക് അതില്ല എന്നാണ് ഈ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രൈവറ്റ് സെക്ടറിന് ബെറ്റർ ആവാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട് അല്ലെ, അവിടെ നിന്നും ഗവൺമെന്റ് പതുക്കെ ഇങ്ങ് ഊരി പോകുന്നതായിരിക്കും നല്ലതെന്നാണ് ഈ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ, ഇപ്പൊ നിങ്ങൾ റെയിൽവേയുടെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കുക. ഇപ്പൊ റെയിൽവേ ഒക്കെ ഏതെങ്കിലും ഈ പറയുന്നത് പോലെ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്താൽ ചിലപ്പോൾ റെയിൽവേ ഇന്ന് കാണുന്നതിൽ നിന്നൊക്കെ ഒരുപാട് മാറും. നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒക്കെ അപ്പുറത്തായിരിക്കും റെയിൽവേ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഉറപ്പായിട്ടും അതിന് പൈസ കൂടുതലായിരിക്കും അല്ലെ, ആൾക്കാർക്ക് സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ടിക്കറ്റ് ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ പോലെ കുറഞ്ഞ പൈസക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാതെയും പോകാനുള്ള ആ ഒരു വകുപ്പൊക്കെ ചിലപ്പം നിന്ന് കിട്ടും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ ഒരു വ്യത്യാസം എത്രമാത്രം ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ. അത് മാത്രമല്ല, ഒരിക്കലും ഒരു പ്രൈവറ്റ് സെക്ടർ നഷ്ടമായെടുത്ത് പിന്നെ നിൽക്കില്ല. ഇപ്പൊ ഗവൺമെന്റിന് ഈ പറയുന്ന റെയിൽവേ നഷ്ടമാണെന്ന് ഇരിക്കട്ടെ, നഷ്ടമല്ല എങ്കിലും ഞാൻ പറയാണ്, ഇപ്പൊ റെയിൽവേ നഷ്ടത്തിൽ ഓടുകയാണ്, അല്ലെങ്കിൽ KSRTC നഷ്ടത്തിൽ ഓടുകയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ ഗവൺമെന്റ് ഇതിനെ തള്ളിക്കളയോടെ, ഒരിക്കലും കളയത്തില്ല. ഗവൺമെന്റ് എങ്കിൽ പോലും, അതായത് നമ്മുടെ രാജ്യത്തിന്റെ അകത്തെ പൈസ മൊത്തം അതിന് ചെലവാക്കേണ്ടി വന്നാലും ഗവൺമെന്റ് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു പ്രൈവറ്റ് കമ്പനി ഒരിക്കലും അത് സഹിക്കൂല അല്ലെ. പ്രൈവറ്റ് കമ്പനി എന്താണ്, അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. അവർ മാക്സിമം അവരുടെ ആ ഒരു എനർജി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കും. പക്ഷെ എപ്പോഴും അങ്ങനെ പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടോ, ഒരിക്കലും ഇല്ല. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ രാജ്യം ഇത്രയും വളർന്നിട്ട് പോലും ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യത്യാസമില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് ആരാണ് ചെയ്യേണ്ടത്, ആരാണ് എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ആർക്കും അറിയില്ല. പ്രൈവറ്റ് എന്ത് ചെയ്യണം, പബ്ലിക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതായത് പണ്ട് നമ്മുടെ ബാങ്കുകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ബാങ്കുകൾ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് പ്രൈവറ്റ് ബാങ്കുകളെയൊക്കെ നാഷണലൈസ് ചെയ്ത് അല്ലെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ഇൻഡസ്ട്രികളെയൊക്കെ രക്ഷിച്ച പല കഥകളും. ബാങ്കുകളുടെ കേസ് എല്ലാം പറയുന്നത് ഇൻഡസ്ട്രികളുടെ കേസാണ്. അതായത് പ്രൈവറ്റ് കമ്പനികളൊക്കെ പണ്ട് ഈ പൂട്ടിപ്പോവാറായ കമ്പനികളെയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്ത് അവിടുത്തെ ആൾക്കാരുടെ ജോലിയൊക്കെ സംരക്ഷിച്ച ഒരുപാട് കേസുകൾ നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്, എഫക്റ്റ് ആണ്. നല്ലതും ചീത്തയുണ്ട്. അപ്പം മെറിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ GDP-യുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ 6% ആനുവൽ ഗ്രോത്ത്, പബ്ലിക് സെക്ടറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കാര്യം, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഒക്കെ. എന്നാൽ ഡിമെറിറ്റ്സിൽ എഴുതാൻ പറ്റുന്ന ആരെയാണ്, മോണോപ്പൊളിയുടെ കാര്യം പറയാം. അതുപോലെ പബ്ലിക് എന്ത് ചെയ്യണം, പ്രൈവറ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല എന്ന് പറയാം. അതുപോലെ നഷ്ടത്തിലാണെങ്കിൽ പോലും ഓടിയേ പറ്റൂ എന്നുള്ള രീതിക്ക് അല്ലെ, അങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈസൻസിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ടെന്നുള്ളത്. അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടില് ലൈസൻസ് എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി മാത്രമല്ല. ചില സമയങ്ങളിലൊക്കെ അത് മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. എങ്ങനെയാ മിസ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. A എന്ന് പറയുന്ന ആൾക്കൊരു കമ്പനി ഉണ്ട്, B എന്ന് പറയുന്ന ആൾക്ക് വേറൊരു കമ്പനി ഉണ്ട്.
ഇവിടെ ഈ എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരേ സാധനമാണ്, കുറച്ച് ചപ്പലാണെന്ന് വിചാരിച്ചോ, കുറച്ച് ചെരുപ്പാണ്. അപ്പൊ എ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് പുതിയൊരു ഫേം തുടങ്ങണം എന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്യാണ്. ഇയാൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരു ഉദ്ദേശം എന്താണെന്നറിയോ വരുന്നത്, ഈ ബി ഇനി എന്ത് ചെയ്യരുത്, പുതിയ ഫേമുകളൊന്നും തുടങ്ങരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കപ്പൊ അവിടെ കുറെ ലാഭം കിട്ടില്ലേ, ഇയാൾക്ക് കുറെ പൈസ കിട്ടില്ലേ, ഇയാൾക്ക് കുറെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ, ബി അവിടെ ഒന്നും ചെയ്യണ്ട. ഈ ഒരു കോൺസെപ്റ്റില് പലരും ലൈസൻസിനെ ദുരുപയോഗം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് വലിയ വലിയ ആൾക്കാർക്ക്, അതായത് വലിയ വലിയ മുതലാളിമാർക്കൊക്കെ ലൈസൻസ് കിട്ടും. അപ്പൊ അവർ ലൈസൻസ് എടുക്കാൻ നോക്കും. ആ ലൈസൻസ് എടുക്കാൻ നോക്കുമ്പോ അവരവിടെ പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പോ അവര് ലൈസൻസ് എടുക്കുന്നതല്ലേ, നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ നന്നായില്ല നീയും നന്നാവണ്ട, ആ ഒരു കൈൻഡ് ഓഫ് തോട്ടാണ്. അപ്പൊ എനിക്ക് ലൈസൻസ് കിട്ടി, ഞാൻ എടുക്കുന്നത് എന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നവൻ ഇനി എന്ത് ചെയ്യരുത്, ഒരു പുതിയ കമ്പനി തുടങ്ങുകയും ചെയ്യരുത്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ എക്കോണമിക്ക് എന്താണോ ആവശ്യം അത് മാത്രം മതി, അതിൽ കൂടുതൽ പ്രൊഡക്ഷൻ ആയ ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കത്തില്ല. അപ്പൊ എയും ബിയും തമ്മിലുള്ള ഇങ്ങനത്തെ ഉള്ള ഒരു കോമ്പറ്റീഷൻ, നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇങ്ങനൊരു നെഗറ്റീവ് കോമ്പറ്റീഷൻ വന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിനെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ലൈസൻസ് രാജ്. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് അധികമായിട്ട് ലൈസൻസിലൂടെ ഈ പറയുന്ന കമ്പനികളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് പറയുന്നത്. ഓക്കെ, പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, ഇവർക്ക് ആക്ച്വലി കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു എഫിഷ്യന്റ് കമ്പനി ആയിട്ട് മാറും, അതായത് ഇവർ ഏറ്റവും നല്ലൊരു കമ്പനി ആയിട്ട് മാറും. പക്ഷേ ഗവൺമെന്റ് അവരോട് പറയാണ്, വേണ്ട വേണ്ട വേണ്ട, മതി മതി മതി, ഇതുവരെയൊക്കെ ചെയ്തത് മതി, ഇനി നിർത്തിക്കോ, ഇവിടെ നിർത്തിക്കോ എന്ന് നമ്മുടെ ഗവൺമെന്റ് പറയും. ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കത്തില്ല. ഓക്കെ, അപ്പൊ ഈവൻ ഇതിന്റെ പേരിൽ അഴിമതി വരെ നടന്നിട്ടുണ്ട്. അതായത് ചില മിനിസ്ട്രികളുമായിട്ടൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടത്തി അങ്ങനത്തുള്ള ഇതിന്റെ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ, ഇതൊക്കെ ചരിത്രമാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഇത് ഒരുപാട് ദോഷം ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. അതായത് ഈ പറയുന്ന പോലെ കോമ്പറ്റീഷൻ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരുപാട് മോശമായിട്ടാണ് നമ്മുടെ ഇന്ത്യയെ ബാധിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യ അത് ഒരുപാട് മോശമായിട്ടാണ് ബാധിക്കുന്നത്. ഈ പെർമിറ്റ് ലൈസൻസ് രാജിന്റെ പ്രശ്നങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എഴുതാം കേട്ടോ. കറപ്ഷന്റെ കാര്യം എഴുതാം, അതുപോലെ അത് ഒരുപാട് ദോഷം ചെയ്തു എന്ന് എഴുതാം, വേറെ ഇൻഡസ്ട്രികൾ പുതിയതായിട്ട് വരാതിരിക്കാനാണെന്നുള്ള കാര്യം എഴുതാം. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മെറിറ്റിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, മെറിറ്റ്സ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു രാജ്യം, ആ രാജ്യത്തിനകത്ത് ഗവൺമെന്റ് പറയാണ് നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങരുത്, പിന്നെ അവർക്കുള്ള ഓപ്ഷൻ എന്താ, ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ വാങ്ങിയാലും ഇന്ത്യക്കാർ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് വാങ്ങാൻ വകുപ്പുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സാധനവും ഇത് കൊള്ളില്ല അല്ലെ, ഇത് കൊള്ളില്ല എന്നും പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം അവിടെ സാധനം ഇല്ല, അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പോയാലും ഇന്ത്യക്കാർ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സാധനം മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാർ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സാധനമായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയടേ, ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു, അതിനെ തോൽപ്പിക്കാൻ വേറെ ഒന്നും ഇല്ല, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനികൾ തന്നെ വിചാരിക്കും, ഓ യുവമാർക്ക് വലിയ ക്വാളിറ്റി ഉള്ള സാധനം ഒന്നും കൊടുക്കണ്ടടാ ഉവ്വേ, നമുക്കിപ്പോ ഉള്ളതൊക്കെ തന്നെ മതി എന്നുള്ള രീതിക്ക് ഇവരങ്ങ് പോകും. മനസ്സിലായോ? ഇന്ത്യയിലെ പ്രൊഡ്യൂസേഴ്സ് വേറൊന്നും നോക്കത്തില്ല, അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്, ക്വാളിറ്റി കൂടുവോ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല. കാരണം അവിടുത്തെ ആൾക്കാർക്ക് എന്ത് കൊടുത്താലും അവര് ഉപയോഗിച്ചോളും. അവർക്ക് ഒന്നിനേക്കാളും ബെറ്റർ വേണ്ട, കാരണം അവര് കണ്ടിട്ടില്ല. അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യമില്ല, ക്വാളിറ്റി ബെറ്റർ ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുമ്പോഴും
നമുക്ക് കോമ്പറ്റീഷൻ അല്ലെ, നമ്മുടെ കൂട്ടുകാരെക്കാട്ടിലും ഒരു മാർക്കെങ്കിലും കൂടുതൽ വാങ്ങണം എന്നുള്ള ഒരു കോമ്പറ്റീഷൻ നല്ലതാണ്. അതെന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയാൻ കാരണം, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നല്ല സെൻസിലുള്ള കോമ്പറ്റീഷൻ നമ്മളെ എപ്പോഴും ഉയരങ്ങളിൽ എത്തിക്കും. നെഗറ്റീവ് കോമ്പറ്റീഷൻ ആണ് പ്രശ്നമാവുന്നത്. ഓ എനിക്ക് കിട്ടിയില്ല അവനും കിട്ടണ്ട, ആ ഒരു ആറ്റിറ്റ്യൂഡ് പോരാ, ആറ്റിറ്റ്യൂഡ് പാടില്ല. പകരം നമുക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന സാധനങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ അതായിരുന്നു കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ നമുക്കത് പറ്റിയില്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ, ചില എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല്, പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടുള്ളതല്ല, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ജനങ്ങളുടെ ക്ഷേമമാണ് നമ്മൾ ഈ പറയുന്ന പബ്ലിക് സെക്ടറിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഒരിക്കലും അത് പ്രോഫിറ്റ് എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് നമ്മുടെ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പോ ഈ പറയുന്ന നിങ്ങൾ വലിയ വലിയ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് അവിടൊക്കെ ഈ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറത്തു നിന്നുള്ള സാധനങ്ങളെ മാക്സിമം, ഇപ്പൊ യു കെയുടെ കേസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇന്ത്യയിൽ നിന്ന് പോലും യു കെയിലേക്ക് വളരെ അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ പോലും ചിലപ്പോൾ അവർ ഇറക്കുമതി ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് ടാരിഫ് കൊടുക്കാൻ വയ്യ, അവിടുത്തെ ക്വാളിറ്റി മറ്റൊരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എന്താണ്, വലിയ വലിയ രാജ്യങ്ങൾ വരെ ഇത്തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, ചില ആൾക്കാർ പറയുന്നത് ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. ഏത്, ഈ പറയുന്ന ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും ട്രേഡ് പോളിസിയൊക്കെ. ഓക്കെ, അപ്പോ ഇതിന്റെ ഒക്കെ ഒരു ആകെത്തുകയായിട്ടാണ്, ഒരു ടോട്ടൽ സം ആയിട്ടാണ് നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസി 1991 കൊണ്ടുവരുന്നത്. 1991 നവ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചതെന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ആ ട്രേഡ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, താരിഫ്, കോട്ടയൊന്നും മറന്നു പോകരുത്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മറക്കരുത്. എഫക്ട് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം, ഗുണവും ദോഷവും പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പെർമിറ്റ് ലൈസൻസ് രാജിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇൻ ടോട്ടൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ, അപ്പൊ ആദ്യത്തെ ഒരു 7 5 year പ്ലാൻസിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു അല്ലെ. അതായത് ഇന്ത്യ ഇങ്ങനെ പിച്ച വെച്ച് വരുന്ന ഒരു കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എങ്കിൽ പോലും ഇന്ത്യ മാക്സിമം ഗ്രീൻ റവല്യൂഷനിലൂടെ ഒക്കെ സെൽഫ് സഫീഷ്യന്റ് ആവാൻ നോക്കി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സെമീൻദാരി സിസ്റ്റം പോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെൽഫ് റിലയൻസിന്റെ ഭാഗമായിട്ട് ഫോറിൻ കോമ്പറ്റീഷൻ അല്ലെ, അതായത് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെ മാക്സിമം ഒഴിവാക്കി നിർത്താനാണ് നമ്മൾ നോക്കിയത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി ഒക്കെ എടുത്തു. പക്ഷെ പിന്നെ പിന്നെ വന്ന് നമ്മൾ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ 1991 ന്യൂ ഇക്കണോമിക് റിഫോംസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കുക. വേറൊന്നുമില്ല. അപ്പോ ഹാപ്പി ലേണിംഗ്.